ഓ, നമ്മളൊന്നും ചെയ്യണ്ട, ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്താൽ വണ്ടി തന്നെ സെലക്ട് ചെയ്ത് ഈ ബാക്കിലത്തെ സീറ്റ് നമുക്ക് റിക്ലൈൻ ചെയ്യാൻ സാധിക്കും. ഇത് കണ്ടില്ലേ? ശരിക്കും ഇത് ചൂസ് ചെയ്യാനുള്ള കാര്യം അത് തന്നെയാണ്. ഇനി ഇതിന്റെ ഗിയറിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ ഈ കാണുന്നതാണ് ഇതിന്റെ ഗിയർ ലിവർ. ഈ ഒരു വണ്ടി ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ സെൻസേഴ്സ് ഒന്നും തന്നെ ഇല്ല. ജസ്റ്റ് റിമോട്ട് എടുത്ത് അതിനകത്ത് അൺലോക്ക് ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ ഡോർ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും പറ്റത്തുള്ളൂ. സീറ്റിന് അത്ര ഒരു ഫീല് കിട്ടില്ല. അത് ഇതിന് പക്ഷെ നന്നായിട്ടുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെക് ബ്രോ റിവ്യൂസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് 2024 ഇ ക്ലാസിന്റെ റിവ്യൂ ആണ്. ഇത് പ്രിയ മിനു, ഡോക്ടർ മിനു മാത്തന്റെ വൈഫാണ്. ഇവർ രണ്ടുപേരുമാണ്, മിനു ചാച്ചനും പ്രിയ ചേച്ചിയുമാണ് ഈ ഒരു വണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്രിയ ചേച്ചിയുടെ അടുത്ത് തന്നെ ചോദിക്കാം ഈ ഒരു വണ്ടിയുടെ വിശേഷങ്ങളും ഇതിന്റെ മറ്റ് ഡീറ്റെയിൽസും ഒക്കെ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സോ അപ്പോൾ നമുക്ക് വണ്ടിയുടെ അകത്തെയും പുറത്തെയും വിശേഷങ്ങളൊക്കെ ആദ്യം ഒന്ന് നോക്കാം. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 245 സെക്ഷനുള്ള ഒരു ടയറാണ്. ഇവിടെ AMGയുടെ ലുക്കുള്ളൊരു അലോയ് വീലും കൊടുത്തിട്ടുണ്ട്. ഇത്രയും വീതിയുള്ള ടയറാണ് ഇതിനകത്ത് വരുന്നത്. ഹെഡ് ലാമ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിലും LED ഹെഡ് ലാമ്പാണ് ഇതിനകത്ത് വരുന്നത്. ഇവിടെ ഒരു DRL ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു എയർ വെൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. വർക്കിംഗ് കണ്ടീഷനിലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എയർ വെൻ്റാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഫേമസ് 3 സ്റ്റാർ, അതിൻ്റെ കൂടെ നമുക്ക് ചെറിയ ഡോട്ട്സ് പോലെ ഉള്ള ഒരു ഡിസൈൻ എലമെൻറ്റും കൊടുത്തിട്ടുണ്ട്. നല്ല നീളമുള്ളൊരു ഹുഡാണ് ഈ ഒരു വണ്ടിക്ക് വരുന്നത്. 360 ഡിഗ്രി ക്യാമറയുടെ കാര്യങ്ങളൊക്കെ റിയർ വ്യൂ മിററിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ക്രോം എലമെൻറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട്, അത് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഡോറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സോഫ്റ്റ് ക്ലോസിങ് ഡോറാണ്. ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി, തന്നെ ലോക്ക് ആയിക്കോളും. ആ രീതിയിൽ കവർ ചെയ്ത് പൊക്കോളും. ബാക്കിലേക്ക് വരുമ്പോഴും കുറച്ചുകൂടെ നീറ്റായിട്ടുള്ള ആ ഒരു ടെയിൽ ലാമ്പും ഒക്കെയാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. ബൂട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര ഒരു സ്പേസ് ആണ് ഇതിൻ്റെ ബൂട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഇതിനകത്ത് ഇവിടെ ഒരു സ്പെയർ ടയറും കൂടെ അതിൻ്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. ഈ സ്പെയർ ടയർ ഇവിടെ ഇരിക്കുന്നത് കൊണ്ടാണ് ആഴം അങ്ങോട്ടുണ്ടെങ്കിലും ഇറക്കം കുറച്ച് കുറവാണ്. ഒരു 2-3 പെട്ടികളൊക്കെ നമുക്ക് ഇതിനകത്ത് മാനേജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ രീതിയിലാണ് ഇതിൻ്റെ ഒരു ബൂട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കിലാണെങ്കിലും നമുക്ക് ഡ്യുവൽ എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു ക്രോമിയം എലമെൻ്റ് ഒക്കെ അതിനകത്ത് ഭംഗിക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. ലക്ഷറിയസ് വണ്ടി, നല്ല ക്ലാസ് ലുക്കാണ് ഇതിനകത്ത് വരുന്നത്. മേളിലാണെങ്കിലും പനോരമിക് സൺറൂഫ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അകത്തെ വിശേഷങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര ലക്ഷറിയസ് ആയിട്ടുള്ളൊരു വണ്ടി ഈ ഒരു വിലയ്ക്ക് കിട്ടാൻ പാടാണ്. വണ്ടിയുടെ അകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീറ്റ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്വിച്ചുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മെമ്മറി ഫംഗ്ഷൻ ഡ്രൈവിംഗ് സീറ്റിൽ കൊടുത്തിട്ടില്ല, പക്ഷേ ബാക്കിലത്തെ സീറ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് പറയാം. ഇവിടെ നമ്മൾ ഡോർ അൺലോക്കും ലോക്കും ചെയ്യുന്നതിനായിട്ടുള്ള സ്വിച്ച് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. വിൻഡോ കൺട്രോൾ ചെയ്യുന്നതിനുള്ള സ്വിച്ചസ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ടിനുള്ള സ്വിച്ച് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ എംബക്സ് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഓണായി വരും. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്ലാരിറ്റിയുള്ള സ്ക്രീനാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നമുക്ക് വേണ്ടുന്ന ഇൻഫർമേഷൻസ് കാര്യങ്ങളെല്ലാം തന്നെ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. ഇനി അതുപോലെ തന്നെ നമ്മൾ സ്റ്റിയറിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പുതിയ സ്റ്റിയറിംഗ് വീലാണ്. നല്ല ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഭംഗിയിൽ തന്നെ ഈ ഒരു സ്റ്റിയറിംഗ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സെൻറ്ററിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ AC വെൻസ് 4 കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ നമുക്ക് ക്ലൈമാറ്റിക് കൺട്രോൾ, AC സെപ്പറേറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടച്ച് സ്ക്രീനാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. അത് തന്നെ നമുക്ക് മൗസായിട്ട് കൺട്രോൾ ചെയ്യാനും പറ്റും. ഇതിനകത്ത് തന്നെ ഒരു ഫീഡ്ബാക്ക് മെക്കാനിസം കൊടുത്തിട്ടുണ്ട്. നമ്മൾ മൂവ് ചെയ്യുന്നതൊക്കെ ഇതിലൊരു ചെറിയ വൈബ്രേഷൻ കൊണ്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് വോളിയം, പവറും മറ്റു കാര്യങ്ങളും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്വിച്ചുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് സ്റ്റോപ്പിനുള്ള ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് 360 ഡിഗ്രി ക്യാമറ ആക്ടിവേറ്റ് ചെയ്യുന്നതിനുള്ള ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്യാമറയുടെ വ്യൂസും വിഷ്വൽസും എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് ഏത് രീതി വേണം എന്നുള്ളത് ഇവിടുന്ന് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ ടോപ്പിൽ നിന്നുള്ള വ്യൂ ഉണ്ട്. ഈ രീതിയിൽ നല്ല ക്വാളിറ്റിയും ക്ലാരിറ്റിയും ഉണ്ട്. നമുക്ക് ഏത് രീതിയിൽ വേണേലും നമുക്കിതിൻ്റെ ക്യാമറാസ് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഫ്രണ്ടിൽ നിന്നാണേലും ബാക്കിൽ നിന്നാണേലും ഫുൾ 360 ഡിഗ്രി. ഇപ്പം ഓരോ ടയർ അടക്കം നമുക്ക് കാണാൻ പറ്റും. ടയർ എങ്ങോട്ടാണ് തിരിഞ്ഞിരിക്കുന്നത്, എങ്ങോട്ട് പോകും എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. ഇനി ഇതിൻ്റെ ഗിയറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ ഈ കാണുന്നതാണ് ഇതിൻ്റെ ഗിയർ ലിവർ. ഇവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് പാർക്കാവും.
മുകളിലേക്ക് ഇട്ടാൽ റിവേഴ്സ്, താഴേക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഡ്രൈ മോഡിലേക്ക് മാറും. നമുക്കിവിടെ കാണാൻ പറ്റും ഏത് മോഡിലാണ് കിടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഭയങ്കര സ്മൂത്താണ് സ്റ്റിയറിങ്. ഞാൻ ഈ വണ്ടി ഓടിച്ചു നോക്കിയതാണ്. ഭയങ്കര കംഫോർട്ടിൽ ഓടിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഇത്. അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് പാർക്ക് ബ്രേക്കിന്റെ ഒരു സ്വിച്ചും കൂടെ ഉണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മളിത് ഇട്ടില്ലെങ്കിൽ പോലും പാർക്കിൽ ജസ്റ്റ് വണ്ടി ഇടുമ്പോൾ തന്നെ ഇതിന്റെ ഹാൻഡ് ബ്രേക്കും ആക്ടിവേറ്റ് ആകുന്നുണ്ട്. ഇതിന്റെ സീറ്റിന്റെ സൈഡിലത്തെ കുറച്ച് അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട്, അതായത് ലംബാർ സപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെയും ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് മറ്റ് കൺട്രോൾസ് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇവിടെ തൈ സപ്പോർട്ട് നമുക്ക് മാനുവലി ഇവിടെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സംവിധാനവും കൂടെ കൊടുത്തിട്ടുണ്ട്. അകത്തോട്ടും പുറത്തോട്ടും ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ആ രീതിയിൽ ഉള്ള സപ്പോർട്ടാണ്. നല്ല കുഷ്യൻ കിട്ടുന്ന ഒരു സീറ്റാണ് ഇതിനകത്ത് വരുന്നത്. ഇനി ഇവിടെ പനോരമിക് സൺറൂഫ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. 2 ലെയറായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലും ബാക്കിലും 2 സെപ്പറേറ്റ് ലെയറായിട്ട് ഇത് സൺറൂഫ് ഓപ്പൺ ചെയ്യുകയും ക്ലോസ് ചെയ്യുകയും ചെയ്യും. ഗ്ലാസ് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. ഈ ഒരു കവറിങ് മാത്രമാണ് നമുക്ക് ഇതിനകത്ത് അഡ്ജസ്റ്റ് ആയി വരുന്നത്. ഈ രീതിയിൽ സൺറൂഫ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മൾ ബാക്കിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ബാക്കിലാണ് ഇതിൻ്റെ അൾട്ടിമേറ്റ് ലക്ഷറി നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത്രയും വലിയ ലെഗ് സ്പേസ് ആണ് ഈ ഒരു വണ്ടിയിൽ നമുക്ക് കിട്ടുന്നത്. ഇത്രയും ലെഗ് സ്പേസ് നമുക്ക് വരുന്നുണ്ട്. ലെഗ് സ്പേസ് മാത്രമല്ല, ഈ ബാക്കിലത്തെ സീറ്റ് നമുക്ക് റിക്ലൈൻ ചെയ്യാൻ സാധിക്കും. ഈ ഒരു സീറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടില്ലേ, ഈ രീതിയിൽ എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അത്രത്തോളം നമുക്ക് റിക്ലൈൻ ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ ഇത് റിക്ലൈൻ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടില്ലേ, ഈ രീതിയിൽ നമുക്കിവിടെ ചാരി കിടന്ന് പോകാൻ പറ്റും. മാത്രമല്ല ഇതിന് മെമ്മറി കൺട്രോൾസും കൊടുത്തിട്ടുണ്ട്. 1, 2, 3 എന്ന് പറയുന്ന മെമ്മറി ഫ്രണ്ടിലത്തെ സീറ്റിൽ ഇല്ല, പക്ഷേ ബാക്കിലത്തെ സീറ്റിലുണ്ട്. ആ മെമ്മറി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. സീറ്റിൻ്റെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും എല്ലാം നമുക്ക് പുഷ് ചെയ്യുന്നതിനുള്ള സംവിധാനമുണ്ട്. അത് മാത്രമല്ല, നമുക്ക് ഈ ഒരു സീറ്റ് വേണമെന്നുണ്ടെങ്കിലും ബാക്കിലിരുന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇവിടെ ഈ L എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ടിലത്തെ സീറ്റാണ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. ഇത് കണ്ടില്ലേ, ഇവിടെ ഇരുന്ന് ഈ ഒരു സീറ്റ് നമുക്ക് മുന്നോട്ടും പുറകോട്ടും എല്ലാം കൊണ്ടുപോകാൻ പറ്റും. ഹൈറ്റ് കൂട്ടാൻ കുറയ്ക്കാൻ എല്ലാ കാര്യവും നമുക്ക് ബാക്കിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റും. റിക്ലൈൻ ചെയ്യാൻ വരെ ഉള്ള സംവിധാനം ഇവിടെ ബാക്കിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ രീതിയിലുള്ള സംവിധാനങ്ങളെല്ലാം ഇവിടെയുണ്ട്. ഇനി എ സിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ AC വെൻ്റ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ക്ലൈമാറ്റിക് കൺട്രോൾ AC ആണ്, 4 സോൺ ആണ്. 4 പേർക്കും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ക്ലൈമറ്റ് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഫ്രണ്ടിൽ ഇവിടെ ഒരു സ്റ്റോറേജ് സംവിധാനം കൊടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ വലിയൊരു സ്റ്റോറേജ് ബോക്സ് ഉണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചാർജിങ് പോർട്ടുകളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലത്തെക്കാളും കൂടുതൽ ലക്ഷറി കിട്ടുന്നത് ബാക്കിലാണ്. ഇവിടെ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പനോരമിക് സൺറൂഫ് അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി വിൻഡോയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പോലും ഒരു കർട്ടൻ സംവിധാനം കൂടെ കൊടുത്തിട്ടുണ്ട്. ഒരു ബ്ലൈൻഡ്സ് പോലെയുള്ള ഒരു സംവിധാനമാണ്. നല്ല വെയിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സ്വിച്ചിൽ തന്നെ ഇത് നമുക്ക് ഉയർത്താനും താക്കാനുള്ള സംവിധാനമുണ്ട്. ബെർമിസ്റ്റേഴ്സിന്റെ സ്പീക്കറാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. സ്പീക്കറും ട്യൂട്ടറും എല്ലാമായിട്ട് ഒരു കിട്ടില്ല മ്യൂസിക് സിസ്റ്റം തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ബാക്കിലാണെന്നുണ്ടെങ്കിലും നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു നെറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ആക്ടിവേറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ രീതിയിൽ എങ്ങനെ നോക്കിയെന്ന് പറഞ്ഞാലും ലക്ഷറീസ് ആയിട്ട് ഇരുന്ന് പോകാൻ പറ്റും. ഇത്രയും ലെഗ് സ്പേസും ഇത്രയും കിടന്ന് സഞ്ചരിച്ച് പോകാൻ പറ്റുന്ന ഒരു കൊട്ടാരത്തിനകത്തിരുന്ന് പോയാൽ എങ്ങനെയാണോ നമുക്ക് സുഖം കിട്ടുന്നത്, ആ രീതിയിലുള്ള ഒരു സുഖം പകരുന്ന ഒരു വണ്ടിയാണ് E-Class എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ആകെ ഒരൊറ്റ വേരിയൻറ്റ് മാത്രമേ വരുന്നുള്ളൂ. ഈ 200 എന്ന് പറയുന്ന ഒരൊറ്റ വേരിയൻറ്റ് മാത്രമേ ബെൻസ് ഇതിനകത്ത് കൊടുക്കുന്നുള്ളൂ. ഈ ഒരു വേരിയൻറ്റിനകത്ത് നമുക്ക് ആവശ്യമുള്ള അത്രയും സംവിധാനങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. നേരത്തെ പറഞ്ഞ 1-2 ഇഷ്യൂസ് ഒഴിച്ച്, അതായത് വെന്റിലേറ്റഡ് സീറ്റ് ഇല്ല, നമുക്ക് ഈ ഒരു വണ്ടി ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ സെൻസേഴ്സ് ഒന്നും തന്നെ ഇല്ല. ജസ്റ്റ് റിമോട്ട് എടുത്ത് അതിനകത്ത് അൺലോക്ക് ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ ഡോറ് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും പറ്റത്തുള്ളൂ. മാത്രമല്ല ബൂട്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ സ്വൈപ്പ് ബൂട്ട് ഓപ്പൺ സംവിധാനമൊന്നുമില്ല, മാനുവലി തന്നെ ബൂട്ട് ഓപ്പൺ ചെയ്യണം. അങ്ങനത്തെ 2-3 ഡീമെറിറ്റ്സ് ഒഴിച്ച് ബാക്കി എല്ലാ കാര്യത്തിലും ഓക്കെയാണ് ഈ ഒരു വണ്ടി. നല്ല നെടുനീളൻ ഒരു വണ്ടിയാണ്. ഇത്രയും നീളത്തിന് ഇങ്ങനെ കിടക്കുന്ന, സൈഡിൽ നിന്ന് നോക്കിയാലും ഫ്രണ്ടിൽ നിന്ന് നോക്കിയാലും ബാക്കിൽ നിന്ന് നോക്കിയാലും ആ ഒരു ബ്യൂട്ടി അതുപോലെ കിട്ടുന്ന ഒരു വണ്ടിയാണ്. ബാക്കിലാണെങ്കിലും നമുക്ക് ഡിസ്പ്ലേ സംവിധാനം കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു വണ്ടി നമുക്ക് പാർക്ക് ചെയ്യണമെങ്കിൽ പോലും ഇതിനകത്ത് ഡ്രൈവർ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി, വണ്ടി പാർക്ക് ചെയ്തോളും. ഈ ഒരു ബ്രേക്ക് ആണെങ്കിൽ പോലും അമക്കി ഒന്ന്
ചവിട്ടി നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഒരു പെഡൽസിനും നമ്മൾ കാല് കൊടുത്തില്ലെങ്കിലും ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന പോലെ നിൽക്കോളും. കംപ്ലീറ്റ്ലി ഒരു ബീച്ച് ഇൻറ്റീരിയേഴ്സ് ആണ് ഈ ഒരു വണ്ടിയിൽ നമുക്ക് വരുന്നത്. നല്ല കെയർ ചെയ്ത് യൂസ് ചെയ്യേണ്ട ഒരു വണ്ടിയാണ്. കാരണം ഇതൊക്കെ ചെളിയായി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ആ ഒരു ലക്ഷറി ഫീല് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കളർ കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. ഇവിടെ ഒരു ഡിസൈൻ തീമുള്ള വുഡിൻ്റെ ഫിനിഷൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ രീതിയിലാണ് വണ്ടിയുടെ ഇൻറ്റീരിയർ ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഇത്രയും ഫീച്ചേഴ്സും കാര്യങ്ങളും, ഫീച്ചേഴ്സിനെ കുറിച്ചൊന്നും മുഴുവനായിട്ട് പറയാനുള്ള സമയം എനിക്ക് കിട്ടിയിട്ടില്ല. വളരെ ചെറിയൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് എടുത്തതാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് 2024 E200 ബെൻസിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ പ്രിയ ചേച്ചിയുടെ അടുത്ത് തന്നെ ചോദിക്കാം, ഈ ഒരു ലക്ഷറി കാറിൻ്റെ സെഗ്മെന്റിലേക്ക് പോകുമ്പോൾ ബെൻസ് ഉണ്ട്, ഓഡി ഉണ്ട്, BMW ഉണ്ട്, ജാഗ്വാർ ഉണ്ട്, ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് ബെൻസിലേക്ക് പോയി? ആക്ച്വലി ഞങ്ങൾക്ക് BMW ഇഷ്ടമായിരുന്നു, ബെൻസും ഇഷ്ടമായിരുന്നു. പിന്നെ പണ്ടോട്ടേ ഉള്ള ഒരു ആഗ്രഹം എന്തോ ബെൻസിനോടുള്ള ഇഷ്ടം കുറച്ചുകൂടെ നിന്നുകൊണ്ട് ഇതങ്ങ് ചൂസ് ചെയ്യായിരുന്നു. മറ്റു വണ്ടികളൊക്കെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കിയിരുന്നോ? BMW ഒക്കെ ബെൻസിന്റെ സി ക്ലാസും അതിന്റെ SUV ഒക്കെ ഡ്രൈവ് ചെയ്ത് നോക്കി. ഓക്കെ, അപ്പൊ SUV-ലേക്ക് പോകാതെ എന്തുകൊണ്ടാണ് സെഡാനിലേക്ക്? ഇപ്പം ഏറ്റവും കൂടുതൽ ആളുകൾ SUV ആണ് പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് പറ്റി സെഡാനിലേക്ക് പോകാൻ? അത് ഞങ്ങൾ കൂടുതലും ഡോക്ടറിന്റെ കാര്യം പറഞ്ഞു. ഡോക്ടർ അധികം അങ്ങനെ ഡ്രൈവ് ചെയ്യും, എന്നാൽ ലോങ് ട്രിപ്പ് ഒക്കെ അധികം പുള്ളി ഡ്രൈവ് ചെയ്യാറില്ല. അപ്പൊ അതുകൊണ്ട് കൂടുതലും ഡ്രൈവർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പം അത് ഡ്രൈവേഴ്സ് കംഫർട്ട് നോക്കുമ്പോൾ SUV ഒത്തിരി നല്ലതാന്ന് പറഞ്ഞു. പക്ഷെ ഒരു ബാക്ക് സീറ്റിലൊക്കെ സെഡാൻ നല്ലതാണ് ചൂസ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഈ ഒരു വണ്ടി ശരിക്കും ഒരു ലക്ഷറി കാർ എടുക്കുന്ന എല്ലാവരുടെയും ഒരു പേടി സ്വപ്നം എന്ന് പറയുന്നത് ഇതിന്റെ മെയിൻറ്റെയിൻസ് ആണ്. വണ്ടി എടുക്കുന്നതിനേക്കാളും പിന്നീട് കോസ്റ്റ് കൂടുതൽ വരുന്നതിന്റെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനാണ്. അങ്ങനെയുള്ള ഒരു മെയിൻറ്റെയിൻസ് കോസ്റ്റിന്റെ ഒരു പ്രശ്നം വരുന്നുണ്ടോ? നമ്മളിതിന് AMC എടുത്തിട്ടുണ്ട്, അത് 5 ഇയർ ആണ് എടുത്തിരിക്കുന്നത്. അപ്പം അങ്ങനെ വലിയ കോസ്റ്റ് ആയിട്ട് അത് വരുന്നില്ല. പിന്നെ ഇതിന്റെ ഇപ്പം ബ്രേക്ക്, ടയറിന്റെ അങ്ങനത്തെ ഒക്കെ എന്തെങ്കിലും റിപ്പയർ അങ്ങനെ വരുവാണെങ്കിൽ അതിന്റെ മാത്രം പേയ്മെന്റ് നമ്മൾ ചെയ്താൽ മതി. പിന്നെ അതുകൊണ്ട് ഇതുവരെ അങ്ങനെ 1 ഇയറല്ലേ ആയോളൂ, അങ്ങനെ വലുതായിട്ടൊന്നും ഇതുവരെ അങ്ങനെ ഇഷ്യൂസോ കംപ്ലൈന്റ്സോ ഒന്നും വണ്ടിക്ക് ഇതുവരെ ഒന്നും വന്നിട്ടില്ല. ഓക്കെ, ഇതിന്റെ ഇൻഷുറൻസ് കോസ്റ്റ് ഒക്കെ അപ്പം എത്രയായിരിക്കും വരുന്നത്? നമ്മൾ എടുത്ത സമയത്ത് ഇത് 60 to 70 ആ ഒരു റേഞ്ചിലായിരുന്നു. ഇപ്പൊ അത് 1 ഇയർ ആയപ്പം ഇപ്പൊ 50 to 60 ആ റേഞ്ചില് വരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് വലിയ പേടിയൊന്നും ഇല്ലാതെ ഒരു 5 വർഷത്തേക്ക് സുഖമായിട്ട് നമുക്ക് ടെൻഷൻ ഒന്നും ഇല്ലാതെ കൊണ്ടു നടക്കാൻ സാധിക്കും. അപ്പൊ AMC എടുക്കുന്നത് എപ്പോഴും നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പം എല്ലാ കാർ മാനുഫാക്ചറേഴ്സും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യം കൂടെയാണ്. പ്രത്യേകിച്ച് ലക്ഷറി കാർസ് ഒക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങളാണെങ്കിൽ പോലും AMC 5 വർഷത്തേക്കുള്ള എക്സ്റ്റൻഡഡ് വാറണ്ടി കാര്യങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ സർവീസ് കോസ്റ്റ് ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തു പോകും. വണ്ടി 5 വർഷത്തേക്ക് കംപ്ലീറ്റ്ലി വാറണ്ടിയിൽ കവേർഡ് ആയിരിക്കും. ഇതിന് എന്ത് കംപ്ലൈന്റ് വന്നാലും അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ആ വാറണ്ടിയിൽ തന്നെ കവർ ചെയ്ത് പോകുന്നത് കൊണ്ട് നമുക്ക് വണ്ടിയെക്കുറിച്ചുള്ള വേറെ ടെൻഷനോ പേടിയോ ഒന്നും ആവശ്യമില്ല. ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എങ്ങനെയുണ്ട്? എവിടെയെങ്കിലും ചെല്ലുന്ന സമയത്ത് അടിയിടിക്കുന്ന ബുദ്ധിമുട്ട് എന്തെങ്കിലും വരുന്നുണ്ടോ? ഇതുവരെ അങ്ങനെയില്ല. ഇത് കുറച്ചുണ്ടെന്ന് തോന്നുന്നു. കാരണം ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങോട്ട് കയറുന്ന തന്നെ കുറച്ച് പൊങ്ങിയ, പക്ഷെ ഇതുവരെ അങ്ങനെ അടിയിൽ ആ പ്രോബ്ലം വന്നിട്ടില്ല. ഇനിയും വേറെ സ്ഥലം നമ്മൾ അത്രയും അങ്ങനെ പോവാത്തോണ്ടാണോ എന്ന് അറിയത്തില്ല. ഓക്കെ, ഇത്രയും നാള് യൂസ് ചെയ്തിട്ട് ഇതിപ്പോ എടുത്തിട്ട് ഏകദേശം ഒരു വർഷം അടുത്താകുന്നില്ലേ? ഒരു വർഷം കഴിഞ്ഞു. ഓക്കെ, ഈ ഒരു ടൈം ആയിട്ട് മൊത്തത്തിൽ എങ്ങനെയുണ്ട് ഈ ഒരു വണ്ടിയുടെ കുറിച്ച്? വണ്ടി നല്ലതാ, നമുക്ക് ഓടിക്കാൻ നല്ല. പിന്നെ നമ്മൾ അധികം അങ്ങനെ ഒത്തിരി പോകുന്നില്ല പുറത്തോട്ട്. ഡോക്ടർ ഇത് ഡെയിലി യൂസ് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ പോകാന്. പിന്നെ ഞാൻ ലോങ് ട്രിപ്പ് ഒക്കെ പോകുമ്പോൾ ഞങ്ങൾ പോകുന്നതേ ഉള്ളൂ. അല്ലാതെ വണ്ടി നല്ല വണ്ടിയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു വണ്ടിയിൽ ഇഷ്ടപ്പെടാതെ പോയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അത് 1-2 കാര്യങ്ങൾ ഞങ്ങൾ എപ്പോഴും അത് പറയാറില്ല. ഒന്ന്, നമ്മുടെ ഹാൻഡിലെ ടച്ച് ചെയ്യുമ്പോൾ തന്നെ അൺലോക്ക് ചെയ്യുന്നതിനുള്ള പ്രൊവിഷൻ ഇല്ല. പകരം നമ്മള് കീ കൊണ്ട് അൺലോക്ക് ബട്ടൺ പ്രസ് ചെയ്ത് തന്നെ ചെയ്യണം. ലോക്ക് ചെയ്യാനാണെങ്കിൽ പോലും കീ കൊണ്ട് മാനുവലി ലോക്ക് ചെയ്യണം. പക്ഷെ വേറൊരു ഉള്ളത്, നമ്മള് ഇപ്പൊ പുറത്ത് നല്ല നമുക്ക് ഓൺ ചെയ്തിടാൻ പറ്റുന്നുണ്ട് കീ. വണ്ടി ഇങ്ങനെ വെയിലത്തൊക്കെ ഇടക്കാം, അതുണ്ട്. പക്ഷെ ഇത് പറ്റുന്നില്ല. പിന്നുള്ളത് സീറ്റ് വെന്റിലേഷൻ ഇല്ല, ഇങ്ങനെ കൂൾ ചെയ്യത്തില്ല സീറ്റ്. ഡ്രൈവർ സീറ്റിലും ഇല്ല, പാസഞ്ചർ സീറ്റിലും ഇല്ല. പിന്നുള്ളത് ബൂട്ട് ഇങ്ങനെ നമ്മൾ സ്വൈപ്പ് ചെയ്ത് കാലുകൊണ്ട് സ്വൈപ്പ് ചെയ്ത് ഓപ്പൺ ആക്കുന്നത് അതില്ല. അതെല്ലാം ബാക്കി BMW അങ്ങനെയൊക്കെ ഉള്ളതാ, പക്ഷെ ഇതിലില്ല. ഓക്കെ, ഇനി ഇതില് ഇഷ്ടപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഇഷ്ടപ്പെട്ടത് ഒത്തിരി ഉണ്ട്. ഇപ്പം ഡ്രൈവിംഗ് കംഫർട്ട് ഭയങ്കര നല്ലതാ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം, നമ്മളിപ്പം എവിടെയെങ്കിലും പോകുമ്പോൾ ലൈറ്റിലൊക്കെ പോയി ട്രാഫിക്കിൽ നിൽക്കുമ്പം നമുക്ക് ആ ബ്രേക്ക് അങ്ങ് നല്ല പുഷ് ചെയ്ത് അങ്ങ് വെച്ചിട്ട് കാലെടുക്കാം. അപ്പൊ അത് ബ്രേക്ക് ഓട്ടോമാറ്റിക് അപ്ലൈ ചെയ്ത് നിൽക്കാം. നമ്മൾ ഹാൻഡ് ബ്രേക്ക് പോലും ഇടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ ബ്രേക്ക് പെഡലില് ഒന്നുകൂടെ ഒന്ന് അമക്കി പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹാൻഡ് ബ്രേക്ക് ഇട്ടതുപോലെ തന്നെ അവിടെ നിൽക്കും. പിന്നെ ആ ലൈറ്റ് നമ്മൾ ആക്സിലേറ്റർ കൊടുത്ത് പോയാൽ മതി, നോർമലായിട്ട് പോയിക്കോളും, വേറെ ഒന്നും ചെയ്യണ്ട. അത് നല്ലതായിട്ട് തോന്നുന്നു. കാരണം നമുക്ക് കാലൊക്കെ വേദന എടുക്കാതിരിക്കും.
പിന്നെ എല്ലാം ഈസിയാണ്. കാര്യം ഹാൻഡ് ബ്രേക്ക് വലിക്കേണ്ട ഒന്നുമില്ല, സ്വിച്ചിൽ ഒന്ന് പ്രസ് ചെയ്താൽ മതി. അങ്ങനെയുള്ളത് സ്റ്റാർട്ട് അതെല്ലാം ഭയങ്കര ഈസി ആയിട്ട് തോന്നുന്നു. ഓക്കെ. ഇതിന്റെ പാർക്കിംഗ് അസിസ്റ്റ് ഒക്കെ എങ്ങനെയുണ്ട്? നമ്മളിപ്പം ഇങ്ങനെ മോളിലൊക്കെ പോകുമ്പോൾ ഞങ്ങൾ ആ പാർക്കിംഗ് അസിസ്റ്റന്റ് ഇട്ടാല് അത് ഏത് സൈഡിലെ പാർക്കിംഗ് ഉള്ളതെന്ന് കണ്ടിട്ട് വണ്ടി തനിയെ നമ്മളൊന്നും ചെയ്യണ്ട, ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്താൽ വണ്ടി തന്നെ സെലക്ട് ചെയ്ത് പാർക്ക് ചെയ്ത് ഇട്ടോളൂ. വണ്ടി തന്നെ ആദ്യം ഏത് ഏരിയ ഫ്രീ ആയിട്ടുള്ളത് അത് ഇങ്ങനെ സെൻസ് ചെയ്തെടുക്കും. എന്നിട്ട് നമ്മൾ അതിൽ ആ സൈഡിലോട്ട് ഇട്ട് കൊടുത്താൽ റൈറ്റോ ലെഫ്റ്റോ എന്നുള്ളത് നമ്മള് ചെയ്യണം. ഇതിന്റെ 360 ഡിഗ്രി ക്യാമറ ഒക്കെ നല്ലോണം യൂസ് ചെയ്യുന്നുണ്ടോ? ഭയങ്കര യൂസ്ഫുൾ ആണ്. പോകുമ്പോഴും അത്രയും ഉള്ളതുകൊണ്ട് നമുക്ക് ഇതില് അഡാസ് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടോ? അതായത് വണ്ടി തനിയെ ബ്രേക്ക് ചെയ്യുന്ന സംവിധാനം, അങ്ങനെയുള്ള കാര്യങ്ങൾ? നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടുപോകുമ്പോൾ വണ്ടി മുമ്പിലുള്ള വണ്ടി കുറച്ചൊന്ന് ബ്രേക്ക് ചെയ്യുവാന്ന് കണ്ടാൽ ഇതും ഒന്ന് ബ്രേക്ക് ചെയ്യും. നമ്മൾ ചെയ്തില്ലെങ്കിൽ പോലും ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്തോളും. ഒരു ഇങ്ങനെ ഒരു നമ്മളൊന്ന് പുഷ് ഇങ്ങനെ ചെയ്യുന്ന പോലെ വരും, നമ്മുടെ ബോഡി ഒന്ന് മൂവ് ചെയ്യും. പക്ഷെ എന്നാൽ അത് തനിയെ സെൻസ് ചെയ്യും. അത് ഏതെങ്കിലും സമയത്ത് നമുക്ക് അത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടോ? അതായത് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ബ്രേക്ക് ചെയ്ത് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടോ? റിവേഴ്സ് ചെയ്യുമ്പോഴാണ് ബാക്കിലൊക്കെ ഇങ്ങനെ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് നിൽക്കുമ്പോൾ സെക്യൂരിറ്റി ഒക്കെ നമുക്ക് ഇങ്ങനെ പറഞ്ഞു തന്ന് നിൽക്കുമ്പോൾ അവരറിയാതെ ബാക്ക് നിൽക്കുമ്പോഴത്തേനെ ഇത് തനിയെ ബ്രേക്ക് അടിക്കും. അപ്പൊ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാകും. കുറെ അവർക്ക് അറിയത്തില്ല, അപ്പൊ അവര് ബാക്ക് നിൽക്കുമ്പോൾ ഇത് തനിയെ ബ്രേക്ക് അടിക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയുണ്ട് ഈ ഒരു വണ്ടി? സാറ്റിസ്ഫൈഡ് ആണോ? സാറ്റിസ്ഫൈഡ് നല്ല, ഞങ്ങൾക്ക് കുറച്ച് നാളായിട്ട് ഇഷ്ടമുള്ളതായിരുന്നു എടുക്കാൻ. പക്ഷെ അപ്പൊ ഇതിന് മുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ടൊയോട്ട കാമറി ആണല്ലോ. അപ്പം ഏകദേശം ഇതിന്റെ അടുത്ത് തന്നെ ഒരു ലക്ഷറിയസ് ആയിട്ട് നിൽക്കുന്ന ഒരു വണ്ടിയാണ്. പ്രത്യേകിച്ച് അതിന്റെ റിലയബിലിറ്റിയുടെ ക്വാളിറ്റിയുടെ ഒക്കെ കാര്യത്തിൽ പേര് കേട്ട ഒരു വണ്ടിയാണ് കാമറി. അപ്പൊ ആ കാമറിയിൽ നിന്ന് ഒരു ബെൻസിലേക്ക് വന്നപ്പോൾ അതിന്റെ ഒരു ഡിഫറൻസ് എങ്ങനെയുണ്ട്? അത് ശരിക്കും കാമറി നല്ല വണ്ടിയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. ഡ്രൈവ് ചെയ്യാനും ഡ്രൈവിംഗ് കംഫോർട്ടും ഉണ്ട്, അതുപോലെ ബാക്ക് സീറ്റ് ഒക്കെ ഇരിക്കാനും സുഖമായിരുന്നു. അപ്പം നമ്മളിങ്ങനെ വേറെ മോഡൽസ് വേറെ കാർ നോക്കിയപ്പം ശരിക്കും ഇത് ചൂസ് ചെയ്യാനുള്ള കാര്യം അത് തന്നെയാണ്. ക്യാമറയിൽ ഇരിക്കുന്ന ബാക്ക് സീറ്റ് കംഫോർട്ട് വേറെ ഒന്നും നമുക്ക് അധികം ഫീൽ ചെയ്തില്ലായിരുന്നു. പക്ഷെ അതിലും നന്നായിട്ട് ഇതിലുണ്ട്. പക്ഷെ ഇതാണ് ആ ഒരു രീതി. കാര്യം ക്യാമറ അതുപോലെ നല്ല വണ്ടിയാണ്, ഞങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. ഇത് കാര്യം സി ക്ലാസ് ഒക്കെ നോക്കുമ്പോൾ ബാക്ക് സീറ്റിന് അത്ര ഒരു ഫീല് കിട്ടില്ല. അത് ഇതിന് പക്ഷെ നന്നായിട്ടുണ്ട്. ഓക്കെ. ഇത് ശരിക്കും ഒരു ഷോഫർ ഡിവൻ കാർ തന്നെയാണ്. കാല് നീട്ടി വെച്ചിരിക്കുകയും ചെയ്യാം, സീറ്റും റിക്ലൈൻ ചെയ്യാനുള്ള നമ്മുടെ രീതിയിലെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം. ഓരോ സീറ്റും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്ന രീതിയിൽ. ഓക്കെ. AC-യുടെ ടെമ്പറേച്ചർ ആണെങ്കിലും ഓരോരുത്തർക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ബാക്കിലെയും സൈഡിലെയും വിൻഡോസിലെ കർട്ടൻസ് സൈഡിലും ഉണ്ട് വെന്റ്. അപ്പം ബാക്കിലോട്ട് നല്ലതായിട്ട് തന്നെ സെന്ററിൽ നിന്ന് സൈഡിൽ നിന്നും എല്ലാം വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള ഒരു വണ്ടിയുടെ ഫ്രണ്ടിൽ കിട്ടുന്ന എല്ലാ ഫീച്ചറും ഇതിലെ ബാക്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഇത് ഇ ക്ലാസ് എന്ന് പറയുമ്പോൾ എക്സ്റ്റൻഡഡ് വീൽ ബേസ് ഉള്ള വേർഷൻ ആണല്ലോ. അപ്പൊ ഇത്രയും നീളമുള്ള ഒരു വണ്ടി ജാസും അതുപോലെ ടൈഗൂണും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരാളും കൂടെയാണ്. അപ്പം ജാസ് യൂസ് ചെയ്തിട്ട് അതുപോലെ ടൗണിലേക്ക് ചെല്ലുമ്പോൾ ഇത്രയും നീളമുള്ള ഒരു വണ്ടി യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് തോന്നാറുണ്ടോ? എനിക്ക് ഡ്രൈവിംഗിലൊന്നും തോന്നാറില്ല. നമ്മൾ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുന്ന ടൈമിൽ തോന്നാറ്. പക്ഷെ പാർക്ക് ചെയ്യുമ്പോൾ ഞാൻ കുറച്ചുകൂടെ കെയർഫുൾ ആണ്. കാര്യം ഇതിന്റെ സ്പേസ് കയറുന്നതനുസരിച്ചുള്ള നമ്മൾ നോക്കണം. പിന്നെ അല്ലാതെ ഡ്രൈവിംഗിൽ എനിക്ക് എങ്ങനെയുണ്ട് ഇതിന്റെ ഒരു കംഫോർട്ട്? ഇത് റൈഡ് ചെയ്തോണ്ട്, അതായത് ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുന്ന സമയത്താണോ അതോ പാസഞ്ചർ സീറ്റിലാണോ അതോ ബാക്ക് സീറ്റിൽ ഇരിക്കുമ്പോഴാണോ നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു കംഫോർട്ടും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ഈ ഒരു വണ്ടിയിൽ? എനിക്ക് ഡ്രൈവിംഗ് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ലോങ് ട്രിപ്പ് ഒക്കെ ഡ്രൈവ് ചെയ്യാറുണ്ട്. എനിക്ക് ഡ്രൈവിംഗ് ഇഷ്ടമാണ്. പക്ഷെ പാസഞ്ചർ സീറ്റിൽ ഇരിക്കാനും ബാക്കിലൊന്നും കുറച്ചുകൂടെ കംഫോർട്ട് കൂടുതൽ ബാക്കിലാണ് ഇരിക്കാനും നല്ലതാണ്. ശരിക്കും ബാക്ക് സീറ്റിൽ ഇരുന്ന് പോയി നമുക്ക് ആ ക്ഷീണം അറിയുന്നേ ഇല്ല. പിന്നെ ഇച്ചിരി ഏജ്ഡ് ആയിട്ടുള്ളവരൊക്കെ ഇറങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ട് പറയുന്നുണ്ട്. കാര്യം ഇത് ഇച്ചിരി താന്നിരിക്കുന്നുണ്ട്. ഇങ്ങനെ എൻ്റെ പേരൻസിനെ കൊണ്ട് അങ്ങനെയൊക്കെ ഉള്ളപ്പം അവര് പറയുന്നുണ്ട്. അല്ലാതെ ഇരിക്കാനൊക്കെ എല്ലാവർക്കും സുഖം, എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ ആ ഇറങ്ങുന്ന സമയത്ത് അത്രയും താന്നിരിക്കുന്നുണ്ട്. ഏജ്ഡ് ആയിട്ടുള്ളവരെ പറയാറുണ്ട് ഒത്തിരി താന്നാണല്ലോ അങ്ങനെ പറയും. ഓക്കെ. അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കൂടെ എനേബിൾ ചെയ്തിട്ടിരിക്കുക. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ഋഷു അബ്രഹാം സൈനിങ് ഓഫ് വിത്ത് പ്രിയ മിനു. ഗുഡ് ബൈ.